ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പം 9th ഒക്കെ കഴിഞ്ഞ് എല്ലാവരും 10th എത്തി. നമ്മളെ സിലബസ് മാറിയിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ കെമിസ്ട്രിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കെമിസ്ട്രി ടെക്സ്റ്റുകളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പരിചയപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓർഡറൊക്കെ മാറ്റിയിട്ടുണ്ട്. 10th ആദ്യം തന്നെ തുടങ്ങുന്നത് ഓർഗാനിക് കെമിസ്ട്രി ആണ്. അതായത് നമ്മൾ 9th അവസാനിച്ച ഭാഗത്തു നിന്നാണ് 10th തുടങ്ങുന്നത്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും പഠിച്ചാൽ മാത്രമാണ് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ തുടക്കം മുതലേ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാം. വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നണ്ട. ഓർഗാനിക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ 9th പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ്. അപ്പം ഇപ്പോഴേ നോക്കിയാൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. നമുക്ക് അറിയാം, നമ്മൾ 10th ഫസ്റ്റ് ചാപ്റ്ററാണ് നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ വരുന്ന കാര്യങ്ങൾ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി, ദെൻ എങ്ങനെ നോമെൻക്ലേച്ചർ വരുന്നു, എങ്ങനെ നമ്മൾ പേര് നൽകി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബേസ് ആയിട്ടുള്ളത് 9th പഠിച്ചിട്ടുണ്ട്. പഠിച്ചവർക്ക് ഇത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. എന്നാൽ അപ്പോൾ കുറച്ചൊന്ന് സ്ലോ ആയിട്ട് പഠിച്ചവർക്ക് ഇപ്പോഴേ നോക്കിയാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ നമുക്കറിയാം. നമ്മൾ 10th എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മാർക്കിംഗ് സിസ്റ്റം ഒക്കെ ഒന്ന് ടൈറ്റ് ആവാൻ പോവുകയാണ്. സിലബസ് മാറുന്നതിനോടൊപ്പം നമ്മളെ വാല്യുവേഷനും അതുപോലെ തന്നെ എക്സാമിൻ്റെ പാറ്റേണിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് പഠിച്ചാൽ മാത്രമാണ് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഈസി ആയിട്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ ഇനി മുതൽ അത്ര എളുപ്പമല്ല. നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യുക തന്നെ വേണം. അപ്പോൾ നമുക്ക് മെല്ലെ നോക്കിയാലോ, ചാപ്റ്ററിലേക്ക് പോയാലോ? നോക്കാം. സോ നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം. സോ ഇവിടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നുണ്ട്, 2 പിക്ചേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഇവിടെ ഇതെന്താണ്, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പിക്ചറാണ്, അതായത് അതിൻ്റെ ഒരു മോഡലാണ്. ദെൻ ഹിയർ വേറൊരു മോഡലാണ്. ദെൻ അവരെന്താ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓൾദോ ദ മോളിക്കുലർ ഫോർമുല ഓഫ് മോഡൽസ് ഓഫ് ദീസ് 2 കോമ്പൗണ്ട്സ് മെയ്ഡ് ബൈ അസ് ആർ സെയിം, ദി സ്ട്രക്ചറൽ ഫോർമുല ആർ ഡിഫറെൻറ്റ്, റൈറ്റ്? ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർ 2 പേരും ഉണ്ടാക്കിയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ മോഡൽ എന്ന് പറയുന്നത് സിമിലർ ആണ്. പക്ഷെ അതിൻ്റെ സ്ട്രക്ചറിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. നോക്കി, ഇതുപോലൊരു സ്ട്രക്ചറാണോ ഈ കുട്ടിയുടെ കൈ കാണുന്നത്? അല്ലല്ലോ. അപ്പൊ 2ന്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷേ സ്ട്രക്ചറിൽ ഡിഫറൻസ് ഉണ്ടല്ലോ എന്നാണ് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ their names too will be different. അങ്ങനെയാണെങ്കിൽ അവരുടെ നെയിമും ഡിഫറെൻ്റ് അല്ലേ എന്നാണ് ആ കുട്ടിയും ചിന്തിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത് എങ്ങനെ നെയിം ചെയ്യാം, ബ്രാഞ്ചിങ് എന്നുള്ള ഒരു പുതിയ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓർഗാനിക് കോമ്പൗണ്ട്സിന് ബ്രാഞ്ച് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. ദെൻ ഐസോമെറിസം എന്ന് പറയുന്ന പുതിയൊരു കൺസെപ്റ്റും നമ്മൾ ഈ ചാപ്റ്ററിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഫർദർ കാര്യങ്ങൾ നമുക്ക് +1 +2 പഠിക്കാനും ഉണ്ട്. സോ നമുക്കറിയാം 9th പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് 10th വന്നു. അത് പഠിച്ചവർക്ക് ഇവിടെ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് പറഞ്ഞു. ഇപ്പം പഠിച്ചാൽ നമുക്ക് 10th സ്കോർ ചെയ്യാനും സാധിക്കും. അതോടൊപ്പം +1 +2 ഇതിൻ്റെ ബേസ് ക്ലിയർ ആയിരിക്കും. സോ നോക്കാം. ആദ്യം തന്നെ വാട്ട് ഈസ് ഓർഗാനിക് കെമിസ്ട്രി, എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളിത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒന്നുകൂടെ പറയാം. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരു ബ്രാഞ്ചാണ്, നമ്മളിപ്പോൾ അതിൻ്റെ ഒരു പാർട്ടല്ലേ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളത്. സോ ഓർഗാനിക് കെമിസ്ട്രി ഈസ് ദ സ്റ്റഡി ഓഫ് കാർബൺ ബേസ്ഡ് കോമ്പൗണ്ട്സ് ഇൻക്ലൂഡിംഗ് ദ സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ്, റിയാക്ഷൻസ് ആൻഡ് യൂസസ്. ഇറ്റ് ഈസ് എ മേജർ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് കെമിസ്ട്രിയിലെ ഒരു മേജർ ബ്രാൻഡാണ്. അപ്പം നമ്മുടെ ഈ ഓർഗാനിക് കെമിസ്ട്രിയിൽ മെയിൻലി ഡീൽ ചെയ്യുന്നത് കാർബണും കാർബൺ കോമ്പൗണ്ട്സ് ആണ്. കാർബൺ കണ്ടെയ്ൻ ചെയ്യുന്ന കോമ്പൗണ്ട്സ്, അവരുടെ റിയാക്ഷൻസ്, അവരുടെ പ്രോപ്പർട്ടീസ്, ദെൻ അവരുടെ യൂസസ്, സ്ട്രക്ചറിനെ പറ്റിയൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്, കൂടുതൽ. അതായത് നമ്മളിപ്പം നമ്മൾക്ക് ചുറ്റും കാണുന്ന മിക്ക സാധനങ്ങളും ഓർഗാനിക് സംയുക്തങ്ങളാണ്, ദാറ്റ് ഈസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. സോ അതിനെപ്പറ്റി നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. അത് തന്നെയാണ് നമ്മൾ ഈ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും. ബില്യൺ ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് ഹാവ് ഓൾറെഡി ബീൻ ഡിസ്കവേർഡ്. അതായത് ബില്യൺസ് ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് ഇപ്പം ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. വി നോ ദാറ്റ് the astonishing count of compounds, their peculiarities and possibilities have led to the formation of specific branch of chemistry called organic chemistry. അതായത് കാർബണിൻ്റെ കോമ്പൗണ്ട്സ് നമ്മൾ ബില്യൺസ് ഓഫ് കോമ്പൗണ്ട്സ് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു അത്രയും വൈഡ് വെറൈറ്റി ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, നമുക്കത് ഹെൽപ്ഫുൾ ആണ്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്.
അതിൻ്റെ ഡിഫറെൻ്റ് അപ്ലിക്കേഷൻ നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു സമയത്ത് തന്നെ അത്രയും കോമ്പൗണ്ട്സ് ഉള്ളത് കൊണ്ടും അവരുടെ പെക്യുലാരിറ്റി എങ്ങനെ ഫോം ചെയ്യുന്നു അവരെ പറ്റിയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് തന്നെയാണ് നമ്മളെ ഈ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ബ്രാഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് നൽകാനുള്ള കാരണം. നമുക്കറിയാം, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സോപ്പ് ഉണ്ട്, ദെൻ നമ്മളെ ഓയിൽസ് അതുപോലെ തന്നെ നമ്മളെ ഫുഡ് ഐറ്റംസിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള സ്റ്റാർച്ച്, അതിലൊക്കെ കാർബൺ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചുറ്റു കാണുന്ന എല്ലാ പദാർത്ഥങ്ങളിലും, ഈവൻ പ്ലാന്റ്സിൽ തന്നെ കാർബണിന്റെ കണ്ടന്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ കാർബൺ അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട്സ്, ഡിറ്റർജൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന ലോഷൻസ്, ഷാംപൂസ്, ഇതിലൊക്കെ കാർബൺ കണ്ടന്റ്സ് ആണല്ലോ, അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സുകൾ ഉണ്ട്. അപ്പൊ ഇത്രയും ഓർഗാനിക് കോമ്പൗണ്ടുകളുള്ള ഒരു സാധനങ്ങൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇതിനെ പറ്റിയൊക്കെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഓർഗാനിക് കെമിസ്ട്രിയും എന്താണ്, അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ദ വേൾഡ് ഓഫ് സബ്സ്റ്റൻസ് formed when carbon combines with elements like hydrogen, oxygen, nitrogen and few other elements have become indispensable to the modern life. The study of structure, nomenclature and characteristics of numerous such compounds is fascinating. നമ്മളോട് പറഞ്ഞു, നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ്, കാർബണും ആൻഡ് അത് കമ്പൈൻ ചെയ്യുന്ന ഡിഫറെൻറ്റ് എലമെൻറ്റുകളായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന കോമ്പൗണ്ട്സ് ആയിരിക്കും. അതായത് കാർബണും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ടുള്ള കോമ്പൗണ്ട്സ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, നൈട്രജൻ, അങ്ങനെ ഡിഫറെൻറ്റ് എലമെൻസുകളായിട്ട് കാർബൺ കണ്ടെയ്ൻ ചെയ്യുന്ന കോമ്പൗണ്ട്സ് നമുക്ക് ഇന്ന് നമ്മളൊരു ഡേ ടു ഡേ ലൈഫിൽ ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് പലതും റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. അത് ഇല്ലാതെ നമ്മളെ ലൈഫ് മുന്നോട്ട് പോകൂല എന്നുള്ള അവസ്ഥയിലുള്ള കോമ്പൗണ്ട്സ് വരെ ഉണ്ട്. അതാണ് പറയുന്നത്. അതായത് നമ്മളെ ഒരു മോഡേൺ ലൈഫിൽ നമുക്കത് ഇൻഡിസ്പെൻസിബിൾ പാർട്ടാണ്, ഒഴിവാക്കാൻ പറ്റാത്ത പാർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കുക, ഇതിനെപ്പറ്റി അറിയാന്നുള്ള കുറച്ചുകൂടെ ഫാസിനേറ്റിംഗ് ആണ്. അപ്പം ഇൻട്രസ്റ്റോട് പഠിച്ചാൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കെമിസ്ട്രിയിലെ ഒരു ബ്രാഞ്ചാണ്. നമ്മളൊന്ന് ഇൻട്രസ്റ്റ് എടുത്ത് ഇഷ്ടത്തോടെ പഠിച്ചാൽ മതി. ടഫാണ് എന്നുള്ള ഒരു അപ്രോച്ചോടെ ഓർഗാനിക് പഠിക്കാൻ ശ്രമിക്കരുത്. എല്ലാവരും ഈസി ആയിട്ട് കുറച്ചൊന്ന് വർക്ക് ചെയ്യുക, എന്നിട്ട് ഇതിനോടൊരു ഇഷ്ടം, ഇൻട്രസ്റ്റോടെ പഠിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും സാധിക്കും, നന്നായിട്ട് സ്കോർ ചെയ്യാനും സാധിക്കും. സോ നമുക്ക് നോക്കാം. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2 ഹൈഡ്രോകാർബൺസ് ആർ ഗിവൺ. നിങ്ങൾക്കറിയാം എന്താണ് ഹൈഡ്രോകാർബൺസ്, നിങ്ങൾക്കറിയാം, നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്. കാർബണും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന കോമ്പൗണ്ട്സ്, ഓർഗാനിക് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹൈഡ്രോകാർബൺസ് എന്ന് പറയാറ്. സോ ഇവിടെ 2 സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, രണ്ടും ഹൈഡ്രോകാർബണിന്റെ സ്ട്രക്ചറാണ്. സോ നമുക്കിവിടെ നോക്കാം, CH3, CH2, 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 CH3, ഇതാണ് നമ്മളെ ഹൈഡ്രോകാർബൺ 1. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം CH3, CH, ഒരു ബ്രാഞ്ച് ഉണ്ട് CH3, ദെൻ CH2, CH3, അതാണ് നമ്മുടെ ഹൈഡ്രോകാർബൺ 2. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, യു ആർ ഫെമിലിയർ വിത്ത് ദ ഫോർമുല ഓഫ് ഹൈഡ്രോകാർബൺ 1. യെസ്, നമ്മൾക്ക് ഈ ഫോർമുലയായിട്ട് നമ്മൾ ഫെമിലിയർ അല്ലേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഹൈഡ്രോകാർബൺസ് പഠിച്ചിട്ടുണ്ട്, അവിടെ സ്ട്രക്ചറൽ ഫോർമുല എഴുതുന്നത് പഠിച്ചിട്ടുണ്ട്, മോളിക്കുലാർ ഫോർമുല എഴുതുന്നത് പഠിച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, നെയിമിംഗ് പഠിച്ചിട്ടുണ്ട്, അതായത് നോമൻക്ലേച്ചറും പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഈ ഹൈഡ്രോകാർബൺ 1 നമുക്ക് ഫെമിലിയർ ആണ്. ദെൻ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദിസ് ചെയിൻ. നമ്മളോട് ചോദിച്ചത് ഈ ഒരു ചെയിനിൽ, ഈ ഒരു ഹൈഡ്രോകാർബൺ ചെയിനിൽ എത്ര കാർബൺസ് ആണ് അടങ്ങിയിട്ടുള്ളത്. നമുക്കൊന്ന് നമ്പർ ചെയ്ത് നോക്കിയാലോ. സോ ദിസ് ഈസ് കാർബൺ നമ്പർ 1, 2, 3, 4, 5. സോ നമുക്ക് മനസ്സിലായി 1, 2, 3, 4, 5 കാർബൺസ് ആണുള്ളത്. ഇവിടെ 5 കാർബൺസ് ആണുള്ളത്. There are 5 carbons in this carbon chain. Then what is the word root of this carbon chain? Word root നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു കാർബൺ ആണെങ്കിൽ വേർഡ് റൂട്ട് ഇസ് മെറ്റ്, 2 കാർബൺസ് ആണെങ്കിൽ എത്ത്, 3 ആണെങ്കിൽ പ്രൊപ്പ്, 4 ആണെങ്കിൽ ബ്യൂട്ട്, 5 ആണെങ്കിൽ പെൻഡ് ആണ് വരുന്നത്. സോ ഇവിടെ 5 കാർബൺസ് ഉണ്ട്. സോ നമ്മുടെ വേർഡ് റൂട്ട് വരുന്നത് പെൻഡ്. വേർഡ് റൂട്ട് ഇസ് പെൻഡ്. പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. നമ്പർ ഓഫ് കാർബണിന്റെ ബേസിലാണ് വേർഡ് റൂട്ട് വരുന്നത്. 1 മെത്ത്, 2 എത്ത്, 3 പ്രൊപ്പ്, 4 ബ്യൂട്ട്, 5 പെൻഡ്,
6 hex, 7 hept, 8 oct, then 9 nun, then 10 dec ആണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? അത് നമ്മൾ 9th പഠിച്ചതാണ്, പ്രീവിയസ് നോളജ് ആണ്. അതൊന്ന് ഫ്രഷ് ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ വേർഡ് റൂട്ട് ഒക്കെ അറിഞ്ഞിരിക്കണം. സോ then write the IUPAC name of this compound. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് IUPAC name of this compound എഴുതാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഇവിടെ 5 കാർബൺസ് ഉണ്ട്. സോ നമ്മൾ ആദ്യം എഴുതേണ്ടത് വേർഡ് റൂട്ട് ആണ്. അപ്പോൾ 5 കാർബൺ ഉണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് വേർഡ് റൂട്ട് ആണ് പെൻഡ്. ദെൻ നമ്മൾ നോക്കേണ്ടത് ഡബിൾ ബോണ്ട് ആണോ, സിംഗിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണോ, ട്രിപ്പിൾ ബോണ്ട് കാണാനുണ്ടോ എന്ന് നോക്കണം. സോ നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം എല്ലാം എന്താണ്, സിംഗിൾ ബോണ്ട് ആണ്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ടെയിലായിട്ട് എന്താണ് കൊടുക്കാറ്? സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ANE ആണ്, AN. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE, EN. ദെൻ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE ആണ്. സോ നമുക്കിവിടെ സിംഗിൾ ബോണ്ട് ആണ് ഉള്ളത്. സോ നമ്മൾ പെൻഡിന്റെ കൂടെ എന്ത് കൊടുക്കുന്നു? AN. സ്പേസ് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണ് കൊടുക്കുന്നത്? പെൻറ്റേൻ എന്നാണ് പറയുന്നത്. സോ നമ്മൾ ഹൈഡ്രോ കാർബൺ 1ന് നമ്മൾ നെയിം കൊടുത്തു പെൻറ്റേൻ. There are 5 carbons, so word root is pen. Then there is only single bond present in this hydrocarbon, so we can name it as pentane. Clear ആണല്ലോ? ഹൈഡ്രോകാർബൺ 1 നമുക്ക് ക്ലിയർ ആണ്. ഹൈഡ്രോകാർബൺ 2ൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചെയിൻ ഓക്കെ ആണ്. ബട്ട് ഈ ഒരു ബ്രാഞ്ച് പോലെ വരുന്നത് കാണുന്നില്ലേ? ഒരു ബ്രാഞ്ച് ആയിട്ട് കാണുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള കോമ്പൗണ്ടിന് നെയിം കൊടുക്കുന്നതോ അങ്ങനെ ഒരു കോമ്പൗണ്ടുകളെ പറ്റിയൊന്നും നമ്മൾ മുമ്പ് പഠിച്ചിട്ടില്ല. 9th നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്ട്രേറ്റ് ചെയിൻ കോമ്പൗണ്ടുകളെ പറ്റിയിട്ടാണ്. ബ്രാഞ്ചിങ് വരുന്നത് നമ്മൾ പഠിച്ചിട്ടില്ല. സോ നമ്മളിവിടെ ബ്രാഞ്ചിങ് വരുന്നതും ബ്രാഞ്ചിങ്ങിന് നെയിം ചെയ്യേണ്ടതൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. സോ ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2 hydrocarbons ആർ ഗിവൺ. നമുക്ക് സ്ട്രക്ചറൽ ഫോർമുല ഇവിടെ തന്നിട്ടുണ്ട് 2 ഹൈഡ്രോകാർബണിൻ്റെത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അനലൈസ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഹൈഡ്രോകാർബൺ 1 ആൻഡ് ഹൈഡ്രോകാർബൺ 2. വാട്ട് ഈസ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദീസ് 2 ഹൈഡ്രോകാർബൺ? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമ്മളെ ഹൈഡ്രോകാർബൺ 1ൻ്റെയും ഹൈഡ്രോകാർബൺ 2ൻ്റെയും മോളിക്കുലർ ഫോർമുലയാണ്. മോളിക്കുലർ ഫോർമുല നമുക്ക് നോക്കാം. ഫസ്റ്റ് 1ൻ്റെ നമുക്ക് എഴുതുമ്പോൾ ഇവിടെ സ്ട്രക്ചർ തന്നിട്ടില്ലേ? സോ 1ൻ്റെത് നമുക്ക് ഇവിടെ തന്നെ എഴുതാം. ഹൈഡ്രോകാർബൺ 1ൻ്റെ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാറ്? കാർബൺ എഴുതും. ദെൻ കാർബൺ നമ്മൾ കൗണ്ട് ചെയ്യാണ് ചെയ്യുക. നോക്കാം. 1 2 3 4 5 കാർബൺ. സോ കാർബണിന് നമ്മൾ നമ്പർ കൊടുത്തു 5. ദെൻ നമ്മൾ ഹൈഡ്രജൻ എഴുതി. ഹൈഡ്രജൻ 3 2 5 3 + 2 5 5 + 2 7 7 + 2 9 9 + 3 12 C5H12. ക്ലിയർ ആണല്ലോ? നമുക്കിതിൽ കാർബണും ഹൈഡ്രജനും മാത്രമാണുള്ളത്. സോ നമ്മൾ ആദ്യം കാർബൺ എഴുതി. ദെൻ കാർബൺ കൗണ്ട് ചെയ്തു. കാർബണിന്റെ നമ്പർ കൊടുത്തു. ദെൻ ഹൈഡ്രജൻ എഴുതി. ദെൻ ഹൈഡ്രജൻ ടോട്ടൽ ഹൈഡ്രജൻ കൗണ്ട് ചെയ്തു. ഹൈഡ്രജന്റെ നമ്പർ കൊടുത്തു. ദെൻ അടുത്ത നമുക്ക് സെക്കൻഡ് ഹൈഡ്രോകാർബൺ നോക്കാം. കാർബൺ എഴുതി. ദെൻ കൗണ്ട് ചെയ്യാം. 1 2 3 4. ദെൻ ഫിഫ്ത്ത് ഒരു കാർബൺ ഉണ്ട്. സോ C5. ദെൻ ഹൈഡ്രജൻ എഴുതി. കൗണ്ട് ചെയ്യാം. 3 + 1 4 4 + 2 6 6 + 3 9 9 + 3 12. That is C5H12. C5H12. How do they differ in their structure of carbon chain? നമുക്കിപ്പോൾ ഇവിടെ ക്ലിയർ ആയത് molecular formula both the hydrocarbons are same. The given hydrocarbons having same molecular formula are given. അതായത് ഇവിടെ തന്നിട്ടുള്ള ഹൈഡ്രോകാർബൺസിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് സെയിം ആണ്. ദാറ്റ് ഈസ് C5H12. The both hydrocarbon is having same molecular formula. പക്ഷെ അതിന്റെ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്? സെയിം മോളിക്കുലർ ഫോർമുല ആണെങ്കിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ 2 ഹൈഡ്രോകാർബൺസ് സെയിം ആണോ? അല്ലല്ലോ, രണ്ടും ഡിഫറെന്റ് ആണ്. സോ മോളിക്കുലർ ഫോർമുല സെയിം ആണ്, ബട്ട് ദ സ്ട്രക്ചർ എന്താണ്? ഡിഫറെന്റ് ആണ്. സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. ഇത് ഈ ഒരു രീതിയിൽ സ്ട്രേറ്റ് ചെയിൻ ആയിട്ടാണുള്ളത്. ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു സ്ട്രേറ്റ് ചെയിനും ഉണ്ട്, ഒരു ബ്രാഞ്ചും വരുന്നുണ്ട്. സോ മോളിക്കുലർ ഫോർമുല ആർ ഡിഫറെന്റ്, ബട്ട് ദ സ്ട്രക്ചർ ഓഫ് molecular formula are same,
but their structural formula are different. Clear ആണല്ലോ? molecular formula same ആണ്, that is C5H12. Structural formula is different. ഇവിടെ structural formula CH3 CH2 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 CH3 ആണ്. എന്നാൽ ഇവിടെ CH3 CH CH3 CH2 CH3 എന്നാണ് വരുന്നത്. സോ നമുക്ക് മനസ്സിലായി how do they differ in the structure of carbon chain. എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത്? there is CH3 branch present in hydrocarbon 2. ഇവിടെ ഒരു ബ്രാഞ്ച് പോലെ ഒരു CH3 പ്രസന്റ് ആയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? എന്നാൽ ഇവിടെ ബ്രാഞ്ച് ഒന്നുമില്ല, ഇവിടെ സ്ട്രേറ്റ് ചെയിൻ ആണ്. അവിടെ ഒരു CH3 ഗ്രൂപ്പ് ബ്രാഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ that is differ in its structural formula. So have a look at the structural formula of another hydrocarbon with same molecular formula. നമുക്കിവിടെ വേറൊരു ഹൈഡ്രോകാർബണിന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് മോളിക്കുലർ ഫോർമുല എഴുതി നോക്കിയാലോ? അവർ പറയുന്നത് സെയിം മോളിക്കുലർ ഫോർമുല ആണെന്നാണ്. നമുക്കൊന്ന് എഴുതി നോക്കാം. യെസ്, കാർബൺ എഴുതി കൗണ്ട് ചെയ്യാം. 1 2 3 4 5 5 കാർബൺ C5. ദെൻ ഹൈഡ്രജൻ എഴുതി കൗണ്ട് ചെയ്യാം. 3 6 3 plus 3 6 6 plus 3 9 9 plus 3 12 C5H12. that is same molecular formula but it is entirely different from the structure of first two hydrocarbons. അതായത് ഹൈഡ്രോകാർബൺ 1ന്റെയും ഹൈഡ്രോകാർബൺ 2ന്റെയും സ്ട്രക്ചർ നോക്കുമ്പോൾ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയൊരു സ്ട്രക്ചർ ആണ് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. സോ ഇറ്റ് ഹാസ്, even though it has same molecular formula but it has different structural formula. So 3 hydrocarbons നമ്മൾ പരിചയപ്പെട്ടു. all the 3 have same molecular formula but 3 of them are different in their structural formula. മൂന്നിനും ഒരേ മോളിക്കുലർ ഫോർമുല ആണ്, എന്നാലും മൂന്നും ഡിഫറെന്റ് സ്ട്രക്ചറൽ ഫോർമുല ആണ് കാണിക്കുന്നത്. ക്ലിയർ ആയല്ലോ? So it is clear that carbon atom can form branched compounds. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? This carbon atom can form branched compounds. സ്ട്രേറ്റ് ചെയിൻ മാത്രമായിട്ടുള്ള കാർബണിന് ഫോം ചെയ്യാൻ സാധിക്കുക, കാർബണിന് ബ്രാഞ്ചസും കൂടെ ഫോം ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ നോക്കൂ, ഈ ഒരു കാർബൺ കാണുന്നില്ലേ? ഈ ഒരു കാർബണിന്റെ 4 ബ്രാഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. 4 ബ്രാഞ്ചസ് ഉണ്ട്, 4 ബ്രാഞ്ചസ് വരുന്നുണ്ട്. സോ കാർബൺ എന്താണ്? 4 ബ്രാഞ്ച് കാണിക്കുന്നുണ്ട്. കാർബണിന് ബ്രാഞ്ച് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള എബിലിറ്റീസ് ഉണ്ട്, ബ്രാഞ്ചിങ് ഫോം ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? സോ ഇനി നമ്മൾ നോക്കുന്നത് കാർബൺ ചെയിനിന്റെ ബ്രാഞ്ചിങ് എങ്ങനെ, നോമൻക്ലേച്ചർ നെയിമിങ് എങ്ങനെ ചെയ്യാം. നോമൻക്ലേച്ചർ മീനിങ് എന്താണ്? നെയിം ചെയ്യുന്നതാണ്. സോ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് 1 ബ്രാഞ്ച്, അതായത് സിംഗിൾ ബ്രാഞ്ച് വരുന്ന ആൽക്കെയിൻസ് നമ്മൾ എങ്ങനെ നെയിം ചെയ്യും? നമുക്കിപ്പോൾ സ്ട്രേറ്റ് ചെയിൻ നെയിം ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയുന്നതാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ, ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ട്രേറ്റ് ചെയിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നതിനാണ് നമ്മൾ ബ്രാഞ്ചിങ് എന്ന് പറയാം. ആൽക്കൈൽ ഗ്രൂപ്പ് വരണമെന്നില്ല, ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് വന്നാൽ മതി. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഈ കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ട് ബ്രാഞ്ച് പോലെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ആ കോമ്പൗണ്ടിനെ നെയിം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നെയിമിങ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതുപോലെ സ്ട്രക്ചർ തന്നിട്ട് നെയിം ചെയ്യാൻ ടേബിൾ ആയിട്ടും 1 വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഹൈഡ്രോകാർബൺ വിത്ത് 1 ബ്രാഞ്ചസ് ഗിവൺ ബിലോ. നമുക്ക് ഇവിടെ ഒരു ഹൈഡ്രോകാർബൺ, ഇവിടെ ബ്രാഞ്ച് ഉള്ള ഒരു ഹൈഡ്രോകാർബൺ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞത് ഇതിന്റെ നെയിം കൊടുക്കാനാണ്. നമുക്ക് നോക്കാം, ഇവിടെ ഒരു ബ്രാഞ്ച് കാണുന്നില്ലേ? മെയിൻ ചെയിനില് ഒരു ബ്രാഞ്ച് കാണുന്നുണ്ട്. അപ്പൊ ഇതാണ് ബ്രാഞ്ച് ഉള്ള ഒരു ഹൈഡ്രോകാർബൺ ആണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് നെയിമിങ്ങിലേക്ക് പോവാം. So, certain IUPAC rule are to be followed while naming such branched hydrocarbon. അതായത് നമ്മളിപ്പോൾ ഒരു ബ്രാഞ്ചഡ് ഹൈഡ്രോകാർബണിന് നെയിം ചെയ്യുമ്പോൾ ഒരു സ്ട്രേറ്റ് ചെയിനെ നെയിം ചെയ്യുമ്പോൾ കുറച്ച് റൂൾസുകൾ പഠിച്ചിട്ടുണ്ടല്ലോ. വേർഡ് റൂട്ട് കൊടുക്കണം, ദെൻ സഫിക്സ് ആയിട്ട് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE, ദെൻ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു ബ്രാഞ്ച് വന്നാൽ നെയിം ചെയ്യുന്നതിൻ്റെ റൂൾസുകളാണ്. നോക്കാം, ഓരോ റൂളായിട്ട് നമുക്ക് പറഞ്ഞു പോവാം. ദ ലോങ്
longest chain containing maximum number of carbon atoms should be considered as the main chain and the remaining as branches. നമുക്ക് ആദ്യം ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ ചെയിൻ ഏതാന്ന് കണ്ടുപിടിക്കണ്ടേ, എന്നിട്ട് ഏതാണ് ബ്രാഞ്ച് എന്ന് കണ്ടുപിടിക്കണം. സോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമുക്കൊരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ ലോങ്ങസ്റ്റ് ചെയിൻ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ലോങ്ങസ്റ്റ് ചെയിൻ ഏതാണെന്നുള്ളത് നോക്കാം. അത് നമ്മൾ മെയിൻ ചെയിൻ ആക്കി വെക്കണം. ദെൻ ബാക്കി വരുന്നതിനെയാണ് നമ്മൾ ബ്രാഞ്ച് ആയിട്ട് എടുക്കുക. നമുക്ക് സപ്പോസ് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. CH3 CH CH2 CH3, ഇവിടെ ഒരു CH3 ഉണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് ഇതൊരു മെയിൻ ചെയിൻ ആയിട്ട് എടുത്ത് നോക്കാം. ഇതൊരു മെയിൻ ചെയിൻ ആയിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം, ഇവിടെ 1 2 3 ഇതാണ് ഒരു മെയിൻ ചെയിൻ എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ സപ്പോസ് ഇത് ബ്രാഞ്ച് ആയിട്ടാണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എത്ര മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 1 2 3 അല്ലേ ഉള്ളൂ. ദെൻ ഞാൻ അടുത്ത മെയിൻ ചെയിൻ കണ്ടെത്താൻ പോവുകയാണ്. അടുത്ത മെയിൻ ചെയിൻ കണ്ടെത്തുകയാണ്. അടുത്ത നമുക്ക് നോക്കാം, അല്ല ഇത് ഞാനൊരു മെയിൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ കൗണ്ട് ചെയ്യുക 1 2 3 4. ഈ ഒരു കേസിൽ നമ്മൾ കൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 1 2 3 ആണ് മെയിൻ ചെയിനിൽ. അപ്പൊ ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്തപ്പം എനിക്ക് കിട്ടി 1 2 3 4 കാർബൺസ് വന്നു. അപ്പൊ മാക്സിമം നമ്പർ ഓഫ് കാർബൺ വരുന്ന രീതിയിൽ ലോങ് ചെയിൻ നമ്മൾ കണ്ടെത്തണം. അപ്പൊ നമുക്ക് മനസ്സിലായി 3നേക്കാളും ഗ്രേറ്റർ എന്താണ്? 4 അല്ലേ. സോ 1 2 3 4 എന്ന് വരുന്ന രീതിയിൽ നമ്മൾ ഫസ്റ്റ് ഇത് മെയിൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്തു. ദെൻ ബാക്കി വരുന്നതിനെ നമ്മൾ എന്താണ് കാണുന്നത്? മെയിൻ ചെയിനിൽ വരുന്നതിന് റിമെയിൻ ആയിട്ട് വരുന്നതിനെ നമ്മൾ ബ്രാഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യും. സോ ഈ 1 2 3 4 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിമൈനിങ് ആയിട്ട് വരുന്നത് ഏതാണ്? ഇതല്ലേ. ഇത് നമ്മളപ്പം ബ്രാഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്തു. സോ ദിസ് ഇസ് ദ മെയിൻ ചെയിൻ ആൻഡ് ദിസ് ഇസ് ദ ബ്രാഞ്ച്. ക്ലിയർ ആണല്ലോ. സോ നമുക്ക് ഇനി ഒരു സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. സെക്കൻഡ് എക്സാമ്പിളിൽ നമ്മൾ നോക്കുന്ന ടൈമിൽ നമുക്കിവിടെ നോക്കാം, ഈ ഒരു ചെയിൻ ഞാൻ ആദ്യം മെയിൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എനിക്ക് 1 2 3 4 കാർബൺസ് ആണ് മെയിൻ ചെയിനിൽ വരുന്നത്. അപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും പോസിബിൾ ആണോ എന്നുള്ളത് കൂടെ ചെക്ക് ചെയ്യാണ്. അപ്പം എനിക്ക് ഈ ഒരു രീതിയിൽ ഒരു മെയിൻ ചെയിൻ കിട്ടുന്നുണ്ട്. ഈ ഒരു രീതിയിൽ എനിക്ക് മെയിൻ ചെയിൻ കിട്ടുന്നുണ്ട്. ദെൻ ആ മെയിൻ ചെയിൻ ഞാനൊന്ന് കൗണ്ട് ചെയ്യാണ്. സോ 1 2 3 4 5. വിച്ച് ഇസ് ഗ്രേറ്റർ, 4 or 5? ഏതാണ് ഗ്രേറ്റർ ആയിട്ട് വരുന്നത്? 5 അല്ലേ. 5 ആണ് 4നേക്കാളും വലുത്. സോ എനിക്ക് മെയിൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ലോങ്ങസ്റ്റ് ചെയിൻ ആണ്, മാക്സിമം നമ്പർ ഓഫ് കാർബൺ വരുന്ന ചെയിൻ ആണ്. സോ ഞാൻ ഈ 5 വരുന്നത് മെയിൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്തു. 5 വരുന്നത് മെയിൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്തു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദിസ് ഇസ് ദ മെയിൻ ചെയിൻ. ദെൻ ഇവിടെ റിമൈനിങ് ആയിട്ട് വരുന്നത് എന്താണ്? റിമൈനിങ് ആയിട്ട് വരുന്നത് ഇതാണ്. റിമൈനിങ് ആയിട്ട് വരുന്നത് ഒരു CH3 ആണ്. ആൻഡ് CH3 ഈസ് കൺസിഡേർഡ് ആസ് ദ ബ്രാഞ്ച്. അപ്പം മെയിൻ ചെയിൻ കിട്ടി, ബ്രാഞ്ച് കിട്ടി, മെയിൻ ചെയിൻ കിട്ടി, ബ്രാഞ്ച് കിട്ടി. ദെൻ ഇവിടെ നമുക്ക് മെയിൻ ചെയിൻ കിട്ടിയിട്ടുണ്ട്, ബ്രാഞ്ച് കിട്ടിയിട്ടുണ്ട്. ദെൻ നമ്മൾ അടുത്ത റൂൾ പറയുകയാണ്. ഓരോ റൂളും ഓർത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ പ്രോബ്ലംസ്, അതായത് ക്വസ്റ്റ്യൻസ് ചെയ്യും. അതായത് ഒരു കോമ്പൗണ്ടിൻ്റെ ഈ റൂളൊക്കെ കണക്ട് ചെയ്തിട്ട് നെയിമിങ് ചെയ്യാൻ നോക്കും. അപ്പോൾ നിങ്ങൾ റൂൾ ഓരോന്നും മനസ്സിലാക്കുക, അത് പഠിച്ചു വെക്കുക. നമുക്ക് സെക്കൻഡ് റൂളിലേക്ക് പോവാം. നമ്പറിംഗ് ഷുഡ് ബി ഡൺ ഇൻ such a way that the carbon atom carrying branch get the lowest number. For this, you can start by numbering either from right or from the left of the chain. നമുക്ക് എങ്ങനെ നമ്പർ ചെയ്യാം? നമ്മൾ ബ്രാഞ്ച് ഉള്ള കാർബൺ, ബ്രാഞ്ച് ഇതിപ്പോൾ ബ്രാഞ്ച് ആണല്ലോ. സോ ഈ ബ്രാഞ്ച് വരുന്ന കാർബൺ, ഈ ഒരു കാർബൺ അതിന് മിനിമം നമ്പർ കിട്ടണം. അതിനുവേണ്ടി നമുക്ക് ലെഫ്റ്റിൽ നിന്നും നമ്പർ സ്റ്റാർട്ട് ചെയ്യാം, റൈറ്റ് നിന്നും നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടെ 1 2 3 4 ഈ രീതിയിൽ എനിക്ക് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഇവിടെ സെയിം കൊടുത്തത് കാണുന്നില്ലേ? ഇവിടെ സെയിം കൊടുത്തിട്ടുണ്ട്. 1 2 3 4 നമ്മൾ ലെഫ്റ്റ് നിന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ റൈറ്റിങ്ങും നമ്പറിങ് കൊടുത്തു. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബ്രാഞ്ച് കണ്ടെയ്ൻ ചെയ്യുന്ന കാർബണിന് മിനിമം നമ്പർ കിട്ടണം. സോ നമുക്ക് ഫസ്റ്റ് കേസിൽ നോക്കാം. ബ്രാഞ്ച് കണ്ടെയ്ൻ ചെയ്യുന്ന കാർബണിന് കിട്ടിയിട്ടുള്ള നമ്പർ 3 ആണ്. ക്ലിയർ ആണല്ലോ.
this carbon has numbered എന്താണ് 3. And in this case we can see that the carbon is numbered as 2 ആണ്. 1 2. The second carbon ആണ് which contain branch. The second carbon which contain a branch ആണ്. So ഇവിടെ third ആണ്. Then ഇവിടെ എന്താണ് second carbon ആണ്. Which is the lowest number? ഏതാണ് ഇവിടെ lowest number വരുന്നത്? 2 അല്ലേ? So 2 ആണ് lowest number വരുന്നത്. So നമ്മളോട് പറഞ്ഞിട്ടുള്ളത് either from the right അല്ലെങ്കിൽ or from the left നമുക്ക് നമ്പർ ചെയ്യാം. ബട്ട് there is a point എന്താണ് നമ്മൾ ബ്രാഞ്ച് കണ്ടെയ്ൻ ചെയ്യുന്ന കാർബണിന് മിനിമം നമ്പർ കിട്ടണം. സോ ഇവിടെ മിനിമം നമ്പർ കിട്ടുന്ന കേസ് 2ലാണ്. അതായത് കാർബണിന് 2 ആണ് കിട്ടുന്നത്. സോ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. A carbon chain containing one branch is given below. Note that the numbered in 2 way. നമ്മൾ നോക്കി രണ്ട് രീതിയിൽ നമ്പർ ചെയ്തത്. Which of the above chain has the lowest position number for the carbon atom carrying the branch? അതായത് ഇവിടെ തന്നിട്ടുള്ള പിക്ചറിൽ ഏത് കേസിലാണ് നമ്മളെ ബ്രാഞ്ച് ക്യാരി ചെയ്യുന്ന കാർബണിന് ലോവസ്റ്റ് നമ്പർ കിട്ടിയിട്ടുള്ളത്? നമ്മൾ പറഞ്ഞു ഈ കേസിലാണ്. ഇവിടെ കാർബൺ 2ലാണ് നമ്മളെ ബ്രാഞ്ച് വന്നിട്ടുള്ളത്. ഇൻ ദിസ് കേസ് കാർബൺ 3ലാണ്. സോ ലോവസ്റ്റ് നമ്പർ കിട്ടിയിട്ടുള്ളത് സെക്കൻഡ് കേസാണ്. സോ the small branches attached to the carbon atom are called alkyl group. അവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്മോൾ ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണ്. An alkyl group is obtained when a hydrogen atom is removed from carbon atom in a saturated hydrocarbon. That is, when a hydrogen atom is removed from a CH4 molecule, then CH3 is obtained. This is called methyl group. An alkyl group is named by adding YL, alkyl എന്നുള്ള ആ YL ആണ്, to the word root of corresponding alkane. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിലുള്ള ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ആൽക്കൈൽ ഗ്രൂപ്പ് ബ്രാഞ്ച് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബ്രാഞ്ച് ആയിട്ട് വരുന്നത് ഇപ്പൊ CH3 ആണെന്ന് വിചാരിക്കുക. CH3 ആണെങ്കിൽ നമ്മൾ നെയിം ചെയ്യേണ്ടത് ഇപ്പൊ സപ്പോസ് CH3 ഇത് നമ്മൾ ഒരു കോമ്പൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യുക. നമുക്കറിയാം ഇവിടെ ഒരു ബ്രാഞ്ച് വന്നു, ഇതാണ് ബ്രാഞ്ച്. സോ ഇവിടെ ഉള്ളൊരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പ് വന്നത്. ഇതിനെ നമ്മൾ ജനറലി ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയും. ദെൻ നമുക്ക് ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണെന്ന് മനസ്സിലാക്കണം. നമുക്കതിനെ നെയിം ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബ്രാഞ്ചിലുള്ള കാർബൺ കൗണ്ട് ചെയ്യുക. ബ്രാഞ്ചിലുള്ള കാർബൺ എത്രയാണ്? ബ്രാഞ്ച് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് CH3 which contain only 1 carbon. So that is meth ആണല്ലോ വേർഡ് റൂട്ട് വരിക. സോ ആൽക്കൈൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. ആൽക്കൈൽ എന്ന് വരുമ്പോൾ അതിന്റെ സഫിക്സിൽ YL വരണം. സോ ദിസ് ഗ്രൂപ്പ് ഈസ് മീഥൈൽ. ക്ലിയർ ആണോ? CH3 വന്നപ്പോൾ മീഥൈൽ ഗ്രൂപ്പാണ് ബ്രാഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇഫ് ദർ ഇസ് 2 കാർബൺ, അതായത് ബ്രാഞ്ചിൽ 2 കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ വേർഡ് റൂട്ട് ഇത് വരും, ഈഥൈൽ. YL ആണ് സഫിക്സ്. സോ ഈഥൈൽ. ആ രീതിയിലാണ് നമ്മളെ ബ്രാഞ്ചിന് നെയിം കൊടുക്കേണ്ടത്. നമുക്കൊന്ന് നെയിം ചെയ്ത് നോക്കാം, അപ്പൊ ക്ലിയർ ആവും. സോ നമുക്കിപ്പോൾ നോക്കാം 1 ബ്രാഞ്ചുള്ള ഒരു ഹൈഡ്രോ കാർബൺ എങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യേണ്ടത് നോക്കിയാൽ, ഫസ്റ്റ് നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ഈക്വൽ ടു വേർഡ് റൂട്ട് കറസ്പോണ്ടിങ് ടു ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം. നമ്മൾ പറഞ്ഞു ആൽക്കൈൽ ഗ്രൂപ്പിനെ നെയിം ചെയ്യേണ്ടത് ഒരു കാർബൺ ആണെങ്കിൽ മീത്ത് അല്ലെങ്കിൽ എത്ത്, പ്രൊപ്പ്, സേം. കാർബണിന്റെ നമ്പർ, ബ്രാഞ്ചിലെ കാർബണിന്റെ നമ്പർ നോക്കുക, ദെൻ വേർഡ് റൂട്ട് കൊടുക്കുക. ആൻഡ് ഇൻ ദ സഫിക്സ് വി ആർ ഗിവിംഗ് ഐൽ, ദാറ്റ് ഈസ് YL ഇസ് ഗിവിംഗ്. സോ നമുക്ക് നോക്കാം. മീഥൈൽ എന്ന് പറയുമ്പോൾ CH3, മീഥൈൽ CH3, അതായത് സിംഗിൾ കാർബൺ ആണ്. സോ മെത്ത്, ദെൻ YL ആണ് സഫിക്സ്. വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്, വേർഡ് റൂട്ട്, ദാറ്റ് ഈസ് മെത്ത് പ്ലസ് സഫിക്സ്,
ദാറ്റ് ഈസ് YL. സഫിക്സ് ആണ് YL. അപ്പൊ നമുക്ക് കിട്ടി മീഥൈൽ. ദെൻ സെക്കൻഡ് കേസിൽ നോക്കുക, 2 കാർബൺ ഉണ്ട്. സോ വേർഡ് റൂട്ട് ഈസ് എത്ത്. ദെൻ സഫിക്സ് YL, ethyl. Then third one, there is 3 carbons, so word root is prop. Plus suffix is YL, that is propyl. Clear ആണല്ലോ? So while writing IUPAC name, a hyphen is used to separate numerals and alphabets. ഇപ്പൊ നമ്മൾ പൊസിഷൻ ഒക്കെ മെൻഷൻ ചെയ്ത് ഒരു നമ്പർ കൊടുക്കുന്നുണ്ടെങ്കിൽ ദെൻ ആ നമ്പറും ദെൻ അടുത്ത ആൽഫബറ്റും തമ്മിൽ നമ്മൾ എന്ത് വെക്കണം? ഇടയിൽ ഒരു ഹൈഫൺ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ദാറ്റ് സപ്പോസ് നമ്പർ എഴുതി ദെൻ മെത്തെന്ന് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഹൈഫണിന്റെ ആവശ്യം ഉണ്ട് എന്നാ പറയുന്നത്. നമ്പറും ആൽഫബറ്റും സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഹൈഫൺ യൂസ് ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് plus hyphen, the name of alkyl group plus word root plus suffix. ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. ഇത് പഠിച്ചു വെക്കുക. ഇതിന്റെ ബേസിലാണ് നമ്മൾ നെയിമിങ് ചെയ്യുന്നത്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇതുപോലെയാണ് നമ്മളൊരു ബ്രാഞ്ച് ഉള്ള ഹൈഡ്രോ കാർബൺ നെയിം ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ലെറ്റ് us examine how to write IUPAC name of compounds given below based on the rules. നമ്മളെ റൂൾസ് ഒക്കെ നമുക്ക് ഓർത്ത് വെക്കണം. ആ റൂൾസ് വെച്ചിട്ട് നമ്മൾ ഒന്ന് നെയിം ചെയ്യാൻ നോക്കുകയാണ്. ഫസ്റ്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ. നമുക്കൊന്ന് കാർബൺ ആറ്റം മെയിൻ ചെയിൻ ഏതാണെന്ന് കൺസിഡർ ചെയ്യാം. അതിലുള്ള കാർബൺ ആറ്റത്തിനെ നമ്പർ ചെയ്യാം. സോ നമുക്ക് നോക്കാം. ഇവിടെ മെയിൻ ചെയിൻ 1 2 3 4 5 മെയിൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മെയിൻ ചെയിൻ കൺസിഡർ ചെയ്യാം. അപ്പോഴും 1 2 3 4 5 തന്നെയാണ്. അപ്പോൾ രണ്ടായാലും സെയിം തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ചെയിൻ കൺസിഡർ ചെയ്യുന്നു. സോ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ എത്ര കിട്ടി നമുക്ക്? 5. മെയിൻ ചെയിൻ ഹാസ് 5 കാർബൺ ആറ്റം. ഇതാണ് നമ്മളെ ബ്രാഞ്ച്. സോ വേർഡ് റൂട്ട് എന്ത് വരും? മെയിൻ ചെയിനിൽ 5 കാർബൺ ആണെങ്കിൽ അതിന്റെ വേർഡ് റൂട്ട് ആണ് പെൻഡ്. ദെൻ സഫിക്സ്. ഇവിടെ നോക്കൂ, സഫിക്സില് സിംഗിൾ ബോണ്ട് മാത്രമാണുള്ളത്. സോ സഫിക്സ് ANE. Then name of the branching alkyl group. ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ബ്രാഞ്ചിങ്. നമ്മളിപ്പോ മെയിൻ ചെയിൻ കണ്ടെത്തി. ഇനി നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് എന്താണ്? ബ്രാഞ്ചിന് നമ്പർ കൊടുക്കുകയാണ് വേണ്ടത്. ബ്രാഞ്ചിന് നമ്പർ കൊടുക്കണം. അപ്പൊ നമുക്ക് ലെഫ്റ്റെന്നും റൈറ്റെന്നും കൊടുക്കാം. നമ്മളൊന്ന് നമ്പർ ചെയ്ത് നോക്കാം. 1 2 3 4 5 ഇങ്ങനെ നമ്പർ ചെയ്യാം. റൈറ്റെന്നും നമ്പർ ചെയ്യാം. 1 2 3 4 5 ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റൂൾ പ്രകാരം നമ്മളെ ബ്രാഞ്ചിന് മിനിമം നമ്പർ കിട്ടണം. സോ ഈ കേസിൽ 4 ആണ് കിട്ടുന്നത്. ദെൻ അതർ കേസിൽ 2 ആണ് കിട്ടുന്നത്. സോ നമ്പറിങ് ഷുഡ് ബി ഡൺ. എന്താണ്? ഈ ഒരു മെത്തേഡാണ് 1 2 3 4 5 എന്ന രീതിയിലാണ് നമ്പർ ചെയ്യേണ്ടത്. സോ ദ ബ്രാഞ്ച് വിൽ ഗെറ്റ് മിനിമം നമ്പർ. സോ നോക്കാം. നെയിം ഓഫ് ദ ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ്. ഈ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നെയിം എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക? നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അതിലെ കാർബൺ സിംഗിൾ കാർബൺ ആണുള്ളത്. സോ മെത്ത്. ദെൻ ബ്രാഞ്ച് ആകുമ്പോൾ ആൽക്കൈൽ ഫോമിലാണ്. സഫിക്സിൽ YL, മീഥൈൽ. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് ആണ് നമ്മൾ നോക്കി. 2 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ള പൊസിഷൻ. സോ 2. ഇനി നമുക്കിതൊക്കെ കിട്ടി, ഡാറ്റാസ് ഒക്കെ കിട്ടി. ഇനി ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് എഴുതി നോക്കാം. ഈ ഒരു ഫോർമാറ്റിൽ നെയിം എഴുതി കൊടുക്കാം. ഇവിടെ നെയിം കൊടുത്തിട്ടുണ്ട്. അത് നോക്കാതെ നിങ്ങൾ ഒന്ന് എഴുതാനാവോ എന്ന് ശ്രമിച്ചു നോക്കാം. സോ പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് 2. സോ വി ക്യാൻ ഗിവ് 2. ദെൻ അടുത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഹൈഫൺ. കാരണം നമ്പറും ആൽഫബറ്റും സെപ്പറേറ്റ് ചെയ്യാൻ ഹൈഫൺ കൊടുക്കണം. ദെൻ നെയിം ഓഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നെയിം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ്? വേർഡ് റൂട്ട് പ്ലസ് YL ആണ്. സിംഗിൾ കാർബൺ ആയതുകൊണ്ട് മീഥൈൽ. സോ വി ക്യാൻ ഗിവ് മീഥൈൽ. ദെൻ നമുക്ക് വേണ്ടത് വേർഡ് റൂട്ട്. മെയിൻ ചെയിന്റെ വേർഡ് റൂട്ട് ആണ് പെൻഡ്. ദെൻ നമുക്കറിയാം സഫിക്സ് ആണ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് സഫിക്സ് ANE വരും. ഇമ്പോർട്ടൻ്റ് ആണ്. 2 മീഥൈൽ പെൻറ്റേൻ ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു
ജനറൽ ആയിട്ടുള്ള കൺസെപ്റ്റ് പഠിക്കുക. ദെൻ ഈ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് പേരെഴുതുക. ഒരിക്കലും ഐഫൺ എഴുതാൻ മിസ് ചെയ്യരുത്. ആൻഡ് ഐഫണിന്റെ ഇടയിൽ സ്പേസിന്റെ ആവശ്യമില്ലേ. 2-methyl-pentane. സോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. സോ വൈൽ റൈറ്റിംഗ് IUPAC നെയിം എ ഐഫൺ ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് എന്താണ് ന്യൂമറിക്കൽ ആൻഡ് ആൽഫബറ്റ്. എപ്പോഴും ഓർക്കുക, ന്യൂമറിക്കൽ ആൽഫബറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ ഐഫൺ ആണ് യൂസ് ചെയ്യേണ്ടത്. സ്പേസോ അല്ലെങ്കിൽ കോമയോ ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. ഇവിടെ ഐഫൺ തന്നെ യൂസ് ചെയ്യണം. സോ കംപ്ലീറ്റ് ദ ടേബിൾ. നമ്മളോട് ഇപ്പൊ പഠിച്ച റൂളൊക്കെ വെച്ചിട്ട് ഈ കോമ്പൗണ്ട്സിന്റെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയാലോ, നോക്കാം. സോ ഫസ്റ്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ. സോ നമ്മൾ നമ്പർ ചെയ്യുന്നു. ലോങ്സ്റ്റ് ചെയിൻ ഇതാണ് 1 2 3 4 5 6. സോ മെയിൻ ചെയിൻ കാർബൺ ആറ്റത്തിന്റെ നമ്പർ 6. നെയിം ഓഫ് ദ ബ്രാഞ്ച്, ഇതാണ് നമ്മുടെ ബ്രാഞ്ച്, സിംഗിൾ കാർബൺ ആണ്. സോ നെയിം ഈസ് മീഥൈൽ. പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് നമ്മൾ ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 5 6. ദെൻ 1 2 3 4 5 6. 2ഉം 5ഉം പോസിബിൾ ആണ്. അതിൽ 2 ആണ് സ്മോളസ്റ്റ്. സോ വി ഷുഡ് കൺസിഡർ 2. സോ പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് ഈസ് 2. അപ്പൊ IUPAC നെയിം എന്ത് വരും നമുക്ക് നോക്കാം. സിംഗിൾ ബോണ്ട് ആണ് എല്ലാം. സോ ഫസ്റ്റ് പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് ആണ് നമ്മൾ എഴുതേണ്ടത്. പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച്. സോ 2-methyl. നമ്മളെ ബ്രാഞ്ച് മീഥൈൽ അല്ലേ. 2-methyl. ദെൻ 6 കാർബൺ ഉള്ളത് കൊണ്ട് നമുക്ക് എഴുതാം ഹെക്സേൻ. 2-methyl ഹെക്സേൻ. ക്ലിയർ ആയോ? 2-methyl ഹെക്സേൻ എന്നാണ് എഴുതുക. ദെൻ സെക്കൻഡ് നമുക്ക് കൺസിഡർ ചെയ്യാം 1 2 3 4. 1 2 3 4. ഓർ നമുക്ക് എഴുതാം 1 2 3 4. അപ്പൊ മെയിൻ ചെയിനിലെ കാർബൺ നമ്പർ 4. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബ്രാഞ്ചിന്റെ നെയിം. ബ്രാഞ്ചിന്റെ നെയിം എന്ന് പറയുന്നത് ഒരു കാർബൺ ആണ്. സോ മീഥൈൽ. അഗൈൻ മീഥൈൽ. ദെൻ നമുക്ക് വേണ്ടത് പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് ആണ്. 3ഉം 2ഉം ആണ് പോസിബിൾ. ദെൻ മിനിമം നമ്പർ ഇസ് 2. സോ പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് ഇസ് 2. ഇനി നമുക്ക് നെയിം ചെയ്യാം 2-methyl. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ഇൻ മെയിൻ ചെയിൻ 4. സോ ബ്യൂട്ട് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് സഫിക്സ് NE ബ്യൂട്ടേൻ. 2-methyl butane is the answer. Then next one നമുക്ക് നോക്കാം. മെയിൻ ചെയിൻ 1 2 3 4 5. ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ. ഇത് നമ്മൾ കൺസിഡർ ചെയ്യാം. വേണമെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. ബട്ട് 4 ആണ് വരുന്നത്. സോ നമ്മൾ അത് എഴുതി. ദെൻ നമ്മൾ നോക്കേണ്ടത് നമ്മളെ ബ്രാഞ്ചിൽ ശ്രദ്ധിക്കുക 2 കാർബൺ ഉണ്ട്. സോ ആദ്യം നമ്മൾ മെയിൻ ചെയിൻ കാർബൺ കണ്ടു 5. അത് എഴുതി. ബ്രാഞ്ച് കണ്ടെത്തി. ബ്രാഞ്ചിൽ 2 കാർബൺ ഉള്ളത് കൊണ്ട് ബ്രാഞ്ചിന്റെ വേർഡ് റൂട്ട് ആണ് എത്ത്. സോ ദെൻ സഫിക്സ് ഈഥൈൽ. സോ നമ്മുടെ ബ്രാഞ്ചിന്റെ നെയിം മാറി ഈഥൈൽ ആയിട്ടുണ്ട്. അവിടെ 2 കാർബൺ ഉള്ളത് കൊണ്ട് ഈത്ത് എന്നാണ് വരുന്നത് വേർഡ് റൂട്ട്. ദെൻ സഫിക്സ് YL. സോ ഈഥൈൽ. ദെൻ പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിങ്ങനെ നമ്പർ ചെയ്യുന്ന ടൈമിൽ 2 ആണ് കിട്ടുന്നത്. തിരിച്ച് നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 ആണ്. സോ 2 ആണ് ചെറുത്. സോ പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് 2. ദെൻ നമുക്കൊന്ന് നെയിം എഴുതി നോക്കാം. 2-ethyl. മെയിൻ ചെയിൻ കാർബണിന്റെ നമ്പർ 5 ആണ്. 2-ethyl pentane. ക്ലിയർ ആണല്ലോ. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നോക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 1 2 3 4 5. ഇതാണ് നമ്മളെ മെയിൻ ചെയിൻ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മെയിൻ ചെയിൻ കാണാം? അല്ലെങ്കിൽ നമുക്ക് നമ്പർ ചെയ്യാൻ 1 2 3 4 5. ഇതും മെയിൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. രണ്ടും മെയിൻ ചെയിൻ ആയാലും രണ്ടിലും 5 ആണുള്ളത്. സോ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ഇൻ ലോങ്സ്റ്റ് ചെയിൻ ഇസ് 5. ദെൻ നമ്മൾ നോക്കേണ്ടത് എന്താണ്?
നെയിം ഓഫ് ദ ബ്രാഞ്ച്, ഇവിടെ ബ്രാഞ്ച് ഇതല്ലേ വരുന്നത്, സ്ട്രേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും ബ്രാഞ്ച് ആയിട്ട് വരിക. നമുക്ക് രണ്ടും യൂസ് ചെയ്യാൻ സാധിക്കും. സോ 3, 4, 5 ബ്രാഞ്ച് നമ്മൾ കൺസിഡർ ചെയ്തു. ദെൻ ബ്രാഞ്ചിന്റെ നെയിം നമ്മൾ കൊടുക്കുമ്പോൾ കാർബൺ നോക്കണം. ഇവിടെ ബ്രാഞ്ചിൽ 2 കാർബൺ ഉണ്ട്. സോ ഈഥൈൽ, 2 ഉള്ളപ്പം ഈഥൈൽ. ദെൻ പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് 1, 2, 3. ദെൻ ഇവിടുന്ന് നമ്പർ ചെയ്യുമ്പോഴും 1, 2, 3, 4, 5. സോ 2 ഭാഗത്തുനിന്നും കിട്ടുന്ന മിനിമം നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. സോ പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് ഈസ് 3. ഇനി നമുക്കൊന്ന് നെയിം എഴുതി നോക്കാം. 3 ഈഥൈൽ, 3 ഈഥൈൽ. 5 അല്ലേ മെയിൻ ചെയിനിൽ വരുന്ന കാർബണിന്റെ നമ്പർ 5 ആയതുകൊണ്ട് 3 ഈഥൈൽ പെന്റേൻ, 3 ഈഥൈൽ പെന്റേൻ. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പഠിച്ചിട്ടുള്ളത് ബ്രാഞ്ച് വരുന്ന കേസാണ്. ബ്രാഞ്ച് വരുമ്പം, അതായത് ഒരു സ്ട്രേറ്റ് ചെയിൻ കാർബണിൽ ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെ IUPAC നെയിം കൊടുക്കാം. നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ലോങ്ങസ്റ്റ് ചെയിൻ കൺസിഡർ ചെയ്യുക, അതിനുശേഷം റിമൈനിങ് ആയിട്ട് വരുന്നതിനെ ബ്രാഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യുക. ദെൻ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ബ്രാഞ്ചിൽ അടങ്ങിയിട്ടുള്ള കാർബൺ, അതായത് ബ്രാഞ്ച് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ, ആ കാർബണിന് മിനിമം നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്മൾ നമ്പറിങ് ചെയ്യുക. ഇത് ഫ്രം ദ ലെഫ്റ്റ് ഓർ ഇത് ഫ്രം റൈറ്റ് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം നമ്പർ കിട്ടണം. ദെൻ നമ്മൾ എഴുതുമ്പോൾ ദെൻ ബ്രാഞ്ചിന് നെയിം കൊടുക്കണം. ബ്രാഞ്ചിന് വേർഡ് റൂട്ട് പ്ലസ് YL കൊടുക്കുക, ബ്രാഞ്ചിലെ കാർബൺ കൗണ്ട് ചെയ്യുക. ദെൻ വേർഡ് റൂട്ട് പ്ലസ് YL, അങ്ങനെയാണ് ബ്രാഞ്ചിന് നമ്പർ കൊടുക്കുന്നത്, നെയിം ചെയ്യുന്നത്. ഇനി നമ്മൾ എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച്, പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച്, ദെൻ ഹൈഫൺ, ദെൻ നമ്മൾ എന്ത് കൊടുക്കും, നെയിം ഓഫ് ദ ബ്രാഞ്ച്, നെയിം ഓഫ് ദി ബ്രാഞ്ച്. ദെൻ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, മെയിൻ ചെയിനിന്റെ വേർഡ് റൂട്ട് ആണ്. വേർഡ് റൂട്ട് പ്ലസ് എന്ത് കൊടുക്കും, പ്ലസ് നമ്മൾ എന്താണ് കൊടുക്കുന്നത്, സഫിക്സ്. സഫിക്സ് ആൽക്കീൻ ആണെങ്കിൽ ANE, ആൽക്കീൻ ആണെങ്കിൽ ANE. ഈ രീതിയിലാണ് നമ്മൾ നെയിമിങ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്. ഇത് ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അൺസാച്ചുറേറ്റഡിന്റെ കേസിലാണ്. ആൽക്കീന്, ആൽക്കൈനൊക്കെ വരുമ്പോൾ എങ്ങനെ ബ്രാഞ്ചിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നെയിം ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതുവരെ എടുത്ത ഭാഗങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക, ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓരോ ഭാഗവും ക്ലിയർ ആക്കി പോയാൽ ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിലും ഈസി ആയിട്ട് നെക്സ്റ്റ് പാർട്ട് പഠിക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ വരിക. സോ എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്